ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ എങ്ങനെയാണ് ഒരു മൈക്രോ ഗ്രീൻ തയ്യാറാക്കുന്നത് എന്ന് നോക്കാം. അതിൻ്റെ രീതികളാണ് ഇന്ന് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത്. അതിനുവേണ്ടി ചെറുപയറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ചെറുപയർ കുതിർക്കാനായി വെള്ളം ഒഴിച്ചിട്ട് ഒരു ദിവസം വെക്കുക. ഇത് മൂടി വയ്ക്കുക. മൂടി വെച്ചതിന് ശേഷം പിറ്റത്തെ ദിവസം അതൊരു ചെറിയൊരു മുള വന്നിട്ടുണ്ടായിരിക്കും. ഈ കാണുന്നത് പോലെ ഒരു ചെറിയൊരു മുള വന്നതിന് ശേഷം നമ്മളതൊരു പാത്രത്തിലേക്ക് മാറ്റാൻ പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് പാത്രത്തിലേക്ക് നമ്മൾ ടിഷ്യൂ പേപ്പർ, ഒരു 2-3 ഒക്കെ ടിഷ്യൂ പേപ്പർ ആ ഒരു പാത്രത്തിലേക്ക് വയ്ക്കുക. അതിനുശേഷം അത് ചെറുതായിട്ടൊന്ന് നനച്ചു കൊടുക്കുക. ഈർപ്പം തങ്ങി നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ മുളച്ച പയർ ഇട്ട് കൊടുക്കുക. നമുക്ക് നല്ല തിക്നെസ്സിലായിട്ട് ഇട്ട് കൊടുക്കാം. ഇടയൊന്നും വേണ്ട, കുറച്ചധികം തന്നെ ഇട്ട് കൊടുക്കുന്നതാണ് അതിൻ്റെ ഒരു നല്ലത്. അതിനുശേഷം എല്ലാതും ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് 1, 2, 3 പാത്രത്തിലൊക്കെ അങ്ങനെ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം വീണ്ടും കുറച്ച് തിക്കുള്ള ഒരു ടിഷ്യൂ പേപ്പർ, അതായത് 1, 2 കട്ടിയുള്ള ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് വീണ്ടും അതിൻ്റെ മുകളിൽ കുതിർത്താൻ വെക്കുക. ഇങ്ങനെ തളിച്ചു കൊടുക്കുന്ന വെള്ളം അധികം ആവാൻ പാടില്ല. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ അത് ചീഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. നമുക്ക് ആവശ്യത്തിന് ഉള്ള വെള്ളം മാത്രം തളിച്ചു കൊടുത്ത് ആ ബോക്സുകളൊക്കെ ഇങ്ങനെ അടച്ചു വെക്കുക. ഇനി കുറച്ച് കാത്തിരിപ്പിൻ്റെ നാളുകളാണ്. ഒരു 4-5 ദിവസത്തിനുള്ളിൽ ചെറുതായിട്ട് ഇലയൊക്കെ വന്ന് തുടങ്ങും. അങ്ങനെ നമുക്കൊരു 10 ദിവസമായപ്പോഴാണ് ഈ ഒരു പാകത്തിലുള്ള ഇല കിട്ടിയത്. ഈ ഇലയാണ് നമുക്ക് പോഷക ഗുണം നൽകുന്നത്. അപ്പോൾ ടിഷ്യൂവിൻ്റെ അടിയിലൊക്കെ വേരൊക്കെ നന്നായിട്ട് ഇതാ പിടിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു ഭാഗം കണ്ടു, അതിൻ്റെ അടിയിൽ നിന്നൊക്കെ വളർന്നു വരുന്നതുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഒരു 2-3 പാത്രത്തിൽ വെച്ചിട്ടുണ്ട്. ഇത് അപ്പുറത്തൊക്കെ ഉണ്ട്. ഞാൻ കുറച്ച് മണ്ണിലൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ട് കേട്ടോ, അതും വളരുന്നുണ്ട്. അപ്പം നമ്മളിനി ഇത് മുറിച്ചെടുക്കാൻ പോവുകയാണ്. ഇതാ ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം. അതിൻ്റെ അടിഭാഗം വേരൊക്കെ പിടിച്ച് നല്ല ഭംഗിയായിട്ടുണ്ട്. നമ്മളത് പുറത്തേക്ക് എടുത്ത് വെച്ചതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് എടുക്കാൻ പോവാണ്. ഇതിന് വേരൊന്നും എടുക്കണ്ട, മുകളിലുള്ള ഇല മാത്രം, കുറച്ച് തണ്ട് കൊടുക്കാം. ഇല മാത്രം എടുത്താൽ മതി, തണ്ടും ഇലയും മാത്രം എടുത്താൽ മതി, വേരെടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതിപ്പോൾ മണ്ണിലല്ലാത്തത് കാരണം നമുക്ക് അധികം മണ്ണൊന്നും ഇതിൽ പറ്റില്ല, നല്ല ക്ലിയർ ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പം നമ്മളിതാ അങ്ങനെ എല്ലാതും കട്ട് ചെയ്ത് കൊണ്ടിരിക്കുകയാണ്. ഇത്രയധികം കിട്ടിയിട്ടുണ്ട്. നമുക്കൊരു അത്യാവശ്യം ഒരു തരത്തിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. നമ്മളത് അരിഞ്ഞെടുക്കാൻ വേണ്ടി പോവാണ്. ചെറുതാക്കിയിട്ട് നമ്മളിങ്ങനെ അരിഞ്ഞെടുത്തു. അരിയിലെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഞാനത് കഴുകിയെടുത്തത്. നന്നായിട്ട് കഴുകിയെടുത്തു. കാരണം ഇനി വല്ല പ്രാണികളോ എന്തെങ്കിലും ഇരുന്നിട്ടുള്ളതെന്നുണ്ടെങ്കിൽ അത് മാറാൻ വേണ്ടിയിട്ടാണ്. മണ്ണിൻ്റെ അംശമൊന്നുമില്ല, നല്ല നാച്ചുറലായിട്ട് തന്നെയാണ്, സൂര്യപ്രകാശമൊക്കെ തട്ടിയിട്ട് തന്നെയാണ് ഇത് വളർന്നിരിക്കുന്നത്. അതുകൊണ്ട് നല്ല പോഷകവും കിട്ടും. നമ്മളിനി തയ്യാറാക്കാൻ പോവുകയാണ്. ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ചുവന്നുള്ളിയാണ് ഇടുന്നത്. അതിനുശേഷം നല്ല ചീനിയുണ്ട്, അതിട്ടു. അത് കഴിഞ്ഞ് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് എന്നിവ ചേർത്ത് നന്നായി മൂപ്പിച്ചെടുത്തു. അതിനുശേഷം നമ്മുടെ ഇല അതിലേക്കിട്ട് നന്നായിട്ട് വഴറ്റി കൊടുത്തു. അതൊന്നൊരു മൂത്ത് വരുന്ന സമയത്ത് നമ്മൾ കോഴിമുട്ട പൊട്ടിച്ച് ഒഴിച്ച് ചേർക്കുകയാണ്. ഞാനൊരു 2 കോഴിമുട്ട പൊട്ടിച്ച് ചേർത്തിട്ടുണ്ട്. അതിനുശേഷം അതും മൂത്ത് വരുന്നത് വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ചെറു തീയിലാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി കുറച്ചും കൂടി കൂട്ടിയിട്ട് അത് നന്നായിട്ട് മൊരിച്ച് എടുക്കാവുന്നതാണ്. നമ്മുടെ ചെറുപയർ മുളപ്പിച്ചത് ഇതാ മൂത്ത് വന്നിട്ടുണ്ട്. പാചകം തയ്യാറായിട്ട് കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ പോഷക ഗുണമുള്ള മൈക്രോ ഗ്രീൻ എന്ന് പറയുന്ന ചെറുപയർ ഇല മുളപ്പിച്ചത് ഇതാ ഉപ്പേരിയായിട്ട് തയ്യാറായിട്ട് കഴിഞ്ഞിട്ടുണ്ട്.